ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇപ്പൊ കൊടുന്നത് ഇപ്പൊ തന്നെ അത് കാലിയാക്കിട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫ്രൂട്ട് കസ്റ്റേർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 6 സ്ലൈസ് ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്കിനി അതിനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ബട്ടർ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഈ ബ്രെഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കസ്റ്റേർഡാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയണുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് മിൽക്ക് എടുത്തിട്ടാണ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മിൽക്ക് മാറ്റി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ആഡ് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും ആഡ് ആക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പുഡിംഗ് സെറ്റാക്കുന്നത് ഏത് പാത്രത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ ഐസ്ക്രീം മെൽറ്റ് ആക്കിയിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ മാംഗോ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് സോക്ക് ചെയ്യാനായിട്ട് മിൽക്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആണ് ആഡ് ആക്കി കൊടുക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട് നമ്മളെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ആപ്പിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പോമഗ്രാനൈറ്റും അതിൻ്റെ മുകളിൽ സ്ട്രോബെറി സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഡേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ആ ഒരു ടോസ്റ്റ് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡില്ലേ അത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ആഡ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് മുകളിൽ ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ നട്ട്സും കൂടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ സ്ട്രോബെറി മിൻലീസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിട്ടുള്ള കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കണ്ടോ, ആ ഫ്രൂട്ട്സ് ഒക്കെ വന്ന കാരണം ഭയങ്കര കളർഫുള്ളാണ് നമ്മളുടെ പുഡിങ് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.